ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി തുടരുന്നു. ഈ മാസം 15-നാണ് ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. അതേസമയം ഇഡി കസ്റ്റഡിയും ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി നാളെ പരിഗണിക്കുകയാണ്. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും. വിഷ്ണു, അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി, ജുഡീഷ്യൽ കസ്റ്റഡി 15-ാം തീയതി അവസാനിക്കുന്നു. ദില്ലി ഹൈക്കോടതി നാളെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കുന്നു. ഇന്ന് AAP നേതാവ് അതിഷി മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. CBI അതിഷയെയും സൗരഭ് ഭരദ്വാജിനെയും കൂടുതൽ കുടുക്കിലേക്ക് നീക്കാനുള്ള നടപടികളുമായി CBIയും രംഗത്തുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തുമെന്നാണ് അതിഷി പറഞ്ഞു വെക്കുന്നത്. ഏത് രീതിയിലാണ് ഈ ED അറസ്റ്റിന് പിന്നാലെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? വിനിഷ, തീർച്ചയായിട്ടും മദ്യനയ അഴിമതി കേസിൽ ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാളിനെ റൌസവിന്റെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അതായത് ഏപ്രിൽ 15 വരെയാണ് അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുക. അതേസമയം ഈ എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി നാളെയാണ് പരിഗണിക്കുക. നാളെ പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് കോടതിയിൽ അവരുടെ മറുപടി ഫയൽ ചെയ്യണം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇന്ന് എൻഫോഴ്സ്മെന്റ് വിശദമായിട്ടുള്ള മറുപടി നൽകണമെന്ന നിർദ്ദേശമായിരുന്നു ദില്ലി ഹൈക്കോടതി നൽകിയത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കാനുള്ള ഒരു നീക്കം അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറഞ്ഞത് ഈ വിജയ് നായർ ഇത്തരത്തിൽ അതിഷിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതായിട്ട് എൻഫോഴ്സ്മെന്റ് അടക്കം കഴിഞ്ഞ ദിവസം കോടതിയിൽ പറയുകയും ചെയ്തു. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് അതിഷി ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളടക്കം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നതാണ് അതിഷി പറഞ്ഞിരിക്കുന്നത്. ഈ രാവിലെ 10 മണിയോട് കൂടിയാണ് അതിഷി വാർത്താ സമ്മേളനം നടത്തുന്നത്. വിനിഷ. ശരി വിഷ്ണു, ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി തുടരുകയാണ്. ഈ മാസം 15-നാണ് ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. അരവിന്ദ് കെജ്രിവാൾ ഈ അറസ്റ്റിനെതിരെയും ED കസ്റ്റഡിക്കെതിരെയും ചോദ്യം ചെയ്തുകൊണ്ട് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഒപ്പം AAP നേതാവ് AAP മന്ത്രി കൂടിയ അതിഷിയുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. വലിയ വെളിപ്പെടുത്തലും തനിക്ക് നടത്താനുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അതിഷി പറഞ്ഞു വെച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെയാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകിയത്.